ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് റെഡിയാക്കുന്നത്. അധികം എണ്ണയൊന്നും ചേർക്കാതെ നന്നായിട്ട് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ. വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 400 ഗ്രാമോളം ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മെയിനായിട്ട് നമ്മൾ ഒരു 10-20 അല്ലി വെളുത്തുള്ളി തൊലി കളയാതെ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വിനെഗറോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ, 1 സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, 1/4 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇത്രയും ചേർത്ത് നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് നിരത്തി കൊടുക്കാം. ചിക്കനൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ ഫുള്ളായിട്ട് കുക്കാകും. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ കവർ ചെയ്ത് വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് നമുക്ക് ചിക്കൻ്റെ ആ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരിക്കും. അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ അധികം ഓയിലൊന്നും പിടിക്കാതെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്